ചെയ്യുന്നത് എങ്കിൽ മൂകാംബികയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ രഞ്ജിത്ത് രാമചന്ദ്രനും ഒപ്പം ഭവ്യ പാർവതിയുമാണ് ഉള്ളത്. ഭക്തിസാന്ദ്രമാണ് മൂകാംബിക. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി ഭക്തർ ആണ് മൂകാംബികയിലേക്ക് ഒഴുകിയെത്തുന്നത്. നവരാത്രി ഉത്സവ നിറവിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. വാഗ്ദേവതയുടെ അനുഗ്രഹത്തിനായി ഭക്തലക്ഷങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. അത്താഴപൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോൾ ഈ സമയത്ത് ക്ഷേത്രത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് പുഷ്പരഥ ഘോഷയാത്ര, അല്ലെ? അത് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. നമുക്കിതാ ക്ഷേത്രം കാണാം. മൂകാംബിക ക്ഷേത്രമാണ്. ഇവിടെ പൂർണ്ണമായും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച, ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ക്ഷേത്രമാണ്. ദേവി മന്ത്രധ്വനികളാൽ മുഖരിതമാണ് കൊല്ലൂർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്രമാത്രം വലിയ ഒരു ഭക്തജന തിരക്ക് ഇവിടെ ഉണ്ട്. പതിവ് പോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഭക്തർ കൂടുതലായും ഇവിടെ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭക്തർ നവരാത്രി വ്രതാനുഷ്ഠാനങ്ങളോടെയും വിദ്യാരംഭത്തിനായും ഒക്കെ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ നാളെയാണ് പ്രസിദ്ധമായ പുഷ്പരഥോത്സവം നടക്കുന്നത്. ഉച്ചയ്ക്ക് 1:15 പുഷ്പരഥത്തിൽ ദേവിയെ എഴുന്നള്ളിക്കും. ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിന് ചുറ്റും 3 പ്രദക്ഷിണം നടത്തുന്നതാണ് ഈ പുഷ്പരഥോത്സവം എന്നുള്ള ചടങ്ങ്. അതോടൊപ്പം വിജയദശമി നാളിൽ പുലർച്ചെ 3 മണിയോടെയാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുക. കൊല്ലൂർ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള എഴുത്തിനിരുത്ത ചടങ്ങ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വൈകിട്ട് നടക്കുന്ന വിജയരഥോത്സവത്തോടു കൂടിയാണ് ഈ ആഘോഷങ്ങൾക്കൊക്കെ സമാപനമാവുക. മഹാനവമി, വിജയദശമി നാളുകളിൽ പറഞ്ഞതുപോലെ തന്നെ അഭൂതപൂർവമായ തിരക്ക് ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ബസ് സർവീസുകൾ, ട്രെയിൻ സർവീസുകൾ അടക്കമുണ്ട്. ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വൈകുന്നേരം ആയപ്പോഴേക്കും ഹോട്ടലുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി നിറഞ്ഞു. ഒരുപാട് ഭക്തജനങ്ങളുടെ സാന്നിധ്യം നമുക്ക് ഇവിടെ കാണാം. നാളെയും മറ്റന്നാളുമാണ് സമാനമായി തന്നെ അത്ര അധികം ആളുകൾ, പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു വലിയ പ്രവാഹം ഇങ്ങോട്ടേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ മലയാളികളുടെ വലിയൊരു ഒരു കൂട്ടം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ചെറിയ ഗ്രാമമാണ്, ചെറിയ പ്രദേശമാണ്. ഇവിടെ ഏതാണ്ട് പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞ ഒരു പശ്ചാത്തലം കൂടിയാണ്. എന്തായാലും ഭക്തിസാന്ദ്രമാണ് ഇവിടുത്തെ ഓരോ നിമിഷങ്ങളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തിസാന്ദ്രമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ, നവരാത്രിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ തൊട്ടുപുറകിൽ കാണുന്നതും അതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ഭക്തജനങ്ങളുടെയൊക്കെ വലിയ സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ട് കാണുകയും ചെയ്യാം. ഭവ്യ പാർവതിക്കും ഒപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, കൊല്ലൂർ.